നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 20. ഇപ്പോൾ തൻ്റെ 2 പുത്രന്മാരും മരിച്ചപ്പോൾ സത്യവതി വളരെ ദുഃഖിതയായി തീർന്നു. ഇപ്പോൾ സത്യവതി ശന്തനു പുത്രനായ ഗംഗാപുത്രനായ ഭീഷ്മരോട് വിചിത്രവീരൻ്റെ പത്നിമാരെ സ്വീകരിച്ച് പുത്രരെ ഉൽപ്പാദിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഭീഷ്മർ മറുപടി പറയുന്നു, എൻ്റെ പ്രതിജ്ഞയെപ്പറ്റി, ഞാൻ അച്ഛന് വേണ്ടി ചെയ്ത പ്രതിജ്ഞയെപ്പറ്റി അവിടുന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരെയും ഭാര്യയായി സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ഭീഷ്മർ പറയുന്നു, അവിടുന്ന് വിചാരപ്പെടാതിരിക്കണം. ഒരു ഉത്തമ ബ്രാഹ്മണനെ വിളിച്ച് വധുവിനെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിയോഗിക്കുക. അതിൽ ദോഷമൊന്നുമില്ല. ഈ ഒരു കുലരക്ഷാവിധിയെപ്പറ്റി എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ടല്ലോ. അങ്ങനെ പുത്രനെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ തെറ്റില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നു. അതിനുശേഷം ഒരു പൗത്രനെ ജനിപ്പിച്ചിട്ട് അവനെ രാജ്യഭാരം ഏൽപ്പിക്കുക. അവൻ അതിന് യോഗ്യനല്ലെങ്കിൽ ഞാൻ തന്നെ ഭരണം നടത്തുകയും ചെയ്യാം, എന്നാലും ഞാൻ ഒരിക്കലും നേരിട്ട് ഭരണം ഏൽക്കുകയില്ല എന്ന് ഭീഷ്മർ പറയുന്നു. അപ്പോൾ സത്യവതി തൻ്റെ മൂത്ത പുത്രനായ മഹർഷിയായ വ്യാസദ്വൈപായനൻ്റെ സമീപത്തെത്തി അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. സത്യവതി സ്മരിച്ച നിമിഷം തന്നെ വ്യാസൻ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അമ്മയെ നമസ്കരിച്ചിട്ട് മാറി നിന്നു. അപ്പോൾ മാതാവ് പുത്രനോട്, വിചിത്രവീരൻ്റെ പത്നിയിൽ നിൻ്റെ വീര്യം കൊണ്ട് സുന്ദരനായ ഒരു പുത്രനെ ജനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 66. വ്യാസ ശ്രുത്വാവചോ മാതുർ ആപ്തവാക്യം അമന്യത ഓമിത്യുക്ത്വാ സ്ഥിതസ്തത്ര ഋതുകാലം അചിന്തയത്. മാതാവിൻ്റെ വചനം ആപ്തവാക്യമായി വ്യാസൻ വിചാരിച്ചു. ഓം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഋതുകാലം പാർത്തുകൊണ്ട് അവിടെ കഴിഞ്ഞു. ശ്ലോകം 67. അംബികാ ച യഥാ സ്നാത നാരീ ഋതുമതി തഥാ സംഗം പ്രാപ്യ മുനേ പുത്രം അസുതാന്ധം മഹാബലം. ഋതുസ്നാതയായ അംബിക വ്യാസമുനിയെ പ്രാപിച്ച് ബലശാലിയും അന്ധനുമായ ഒരു പുത്രനെ പ്രസവിച്ചു. ശ്ലോകം 68. ജന്മാന്ധം ച സുതം വീക്ഷ്യ ദുഃഖിതാ സത്യവത്യപി ദ്വിതീയാം ച വധൂബാഹ പുത്രമുത്പാദയാശു വൈ. ജന്മാന്ധനായ പുത്രനെ കണ്ടിട്ട് ദുഃഖിതയായ സത്യവതി 2ാമത്തെ വധുവിനോട് പുത്രനെ നേടാൻ ആവശ്യപ്പെട്ടു. ശ്ലോകം 69. ഋതുകാലേഥ സംപ്രാപ്തേ വ്യാസേന സഹ സംഗത തഥാ ചാമ്ബാലികാ രാത്രൗ ഗർഭം നാരീ ദധാരസ. ഋതുകാലത്ത് മുനിയുമായി ചേർന്ന ആ അംബാലികയും ഗർഭം ധരിച്ചു. ശ്ലോകം 70. സോപി പാണ്ഡുസുതോ ജാതോ രാജ്യയോഗോ ന സമ്മതഃ പുത്രാർത്ഥേ പ്രേരയാമാസ വർഷാന്തേ ച പുനർവധും. ജനിച്ച പുത്രൻ പാണ്ഡുവായതിനാൽ രാജ്യഭാരത്തിന് യോഗ്യനോ സമ്മതനോ ആയില്ല. അതിനാൽ വർഷാവസാനത്തിൽ പുത്രന് വേണ്ടി വധുവിനെ വീണ്ടും പ്രേരിപ്പിച്ചു. ശ്ലോകം 71.
आहूय च ततो व्यासं सम्प्रार्थ्य मुनिसत्तमं പ്രേഷയാമാസ രാത്രौ സ ശയനാഗാരമുത്തമം. മുനിശ്രേഷ്ഠനായ വ്യാസനെ വിളിച്ചു വീണ്ടും പ്രാർത്ഥിച്ചു. രാത്രിയിൽ അവളെ അദ്ദേഹത്തിൻ്റെ ഉത്തമമായ ശയനാഗാരത്തിലേക്ക് അയച്ചു. ശ്ലോകം 72. ന ഗതാച വധൂസ്തത്ര പ്രേഷ്യാസന്വേഷിതാ ത്വയാ തസ്യാച വിദുരോ ജാതോ ദാസ്യാം ധർമാംശതഃശുഭഃ. വധു അങ്ങോട്ട് ചെന്നില്ല, പകരം അവൾ ദാസിയെയാണ് അയച്ചത്. ആ ദാസിയിൽ ധർമ്മരാജാവിൻ്റെ അംശഭൂതനായി ശുഭനായ വിദുരർ ജനിച്ചു. ശ്ലോകം 73. ഏവം വ്യാസേന തേ പുത്ര ധൃതരാഷ്ട്രാദയസ്ത്രയഃ ഉത്പാദിതാ മഹാവീര വംശരക്ഷണഹേതവേ. ഇങ്ങനെ ധൃതരാഷ്ട്രർ തുടങ്ങി മഹാവീരന്മാരും വംശസംരക്ഷണത്തിന് കാരണക്കാരുമായ 3 പുത്രന്മാരെ വ്യാസൻ ജനിപ്പിച്ചു. ശ്ലോകം 74. ഏതദ്വ സർവമാഖ്യാതം തസ്യ വംശസമുദ്ഭവം വ്യാസേന രക്ഷിതോ വംശോ ഭ്രാതുധർമ്മ വിധാനഖാഖ. അവസാനത്തെ ശ്ലോകമാണ് 74-ാമത്തെ ശ്ലോകം 20-ാം അധ്യായത്തിൽ. ഇങ്ങനെ ശന്തനുവിൻ്റെ വംശചരിത്രമെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പാപരഹിതരെ ഭ്രാതുധർമ്മം അറിയുന്ന വ്യാസൻ ആ വംശത്തെ സംരക്ഷിച്ചു. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ വിംശോധ്യായഃ സമാപ്തോയം പ്രഥമസ്കന്ധ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.